അടുത്ത 14 ദിവസം കൊണ്ട് ഈ കാണുന്ന കടം ഞാൻ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. 47 ലക്ഷം രൂപയുടെ കടം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ ജേണിയുടെ അടുത്ത പാത്താണ്. ഒരു വഴിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യമായി എവിടെ എത്തണം എന്നുള്ള പ്ലാൻ നമുക്ക് വേണം. സോ എന്റെ പ്ലാൻ പറയാം. വളരെ ഭീകരമായ മാറ്റങ്ങൾ വരുത്താനല്ല എന്റെ പ്ലാൻ. കടയിൽ ഇപ്പോൾ ഉള്ള കച്ചവടത്തിനേക്കാളും കുറച്ചും കൂടെ കച്ചവടം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കടയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് എന്റെ പ്ലാൻ. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കടയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കടയുടെ പുറത്ത് പെയിന്റ് അടിക്കണം, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കൃത്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് വേണം, ഷെയ്ക്കിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസും വേണം, പിന്നെ ക്ലീനിങ്, കുറച്ച് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ വേണ്ടത് ഫണ്ടാണ്. ഫണ്ടിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മൈൻഡും അത്ര ശരിയല്ല. പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ജേണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് മുമ്പിൽ വരുന്നതെല്ലാം ചലഞ്ചസ് ആണ്. ഈ പറഞ്ഞ തളർച്ചയും ഫീലിങ്സും കൺഫ്യൂഷനും ഒക്കെ ഈ ജേണിയുടെ പാർട്ടാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് എത്താൻ വേണ്ടി അവസാന നിമിഷം വരെ പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.